ഫെമിനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, സ്ത്രീകള് നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുക. അപ്പോൾ പൊതുവെ ഇങ്ങനെ കാണാത്തതാണ്. എനിക്ക് പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ അതിന്റെ ഒരു റീസൺ എന്താ? എനിക്ക് ഇറ്റ് കുഡ് ബി മദർഹുഡ്, ഇറ്റ് കുഡ് ബി റൊമാൻസ്, ഇറ്റ്സ് എവറിത്തിങ്. ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള സ്ത്രീ ആരാ? അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത്. എനിക്ക് ചിലപ്പം 9th ഉണ്ടായിരുന്ന എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ആയിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ടീച്ചറൊക്കെ ഉണ്ടോ? ടീച്ചേഴ്സിനോടൊന്നും എനിക്ക് റെസ്പെക്ട്സ് ഒന്നുമില്ല. പക്ഷേ ഐ മീൻ എല്ലാ ആൾക്കാർക്കും ഗേൾ ഫ്രണ്ട് കാണുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ കാണും. കുട്ടിയായിട്ടുണ്ടാവും, കുട്ടിയൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ ഇല്ല, ദേ ബ്യൂട്ടിഫുൾ യുനോ. എനിക്ക് അതാണ് ഒറ്റ റീസൺ. സി നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ, എനിക്ക് ആണുങ്ങളെക്കാളും ഇഷ്ടം പെണ്ണുങ്ങളുടെ അടുത്തിരിക്കുകയാണ്. ഓൾസോ ഞാൻ അകം എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു, പഴയ മലയാറ്റൂറിൻ്റെ യക്ഷയെ ബേസ് ചെയ്തിട്ട്. ശാലിനി എന്ന് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫീമെയിൽ ഡയറക്ടറിനോട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ thoroughly enjoyed it. കാരണം എനിക്ക് അവരുടെ പെർസ്പെക്റ്റീവാണ് കുറേ കൂടെ റീസണബിൾ ആയിട്ട് തോന്നുന്നത്, കുറേ കൂടെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്, കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളത്, ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഐ സീരിയസ്ലി ഹോപ്പ് ദാറ്റ് ഐ ഗെറ്റ് ടു വർക്ക് വിത്ത് സമൺ. കൂടെ അഭിനയിച്ചിട്ടുള്ളതെല്ലാം നല്ല ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സുന്ദരിമാരായിട്ടുള്ള നായികമാരാണ്. അപ്പോൾ എന്താ അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സുന്ദരിമാരായിട്ട് അഭിനയിക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായം. അവരോടൊക്കെ പ്രണയം തോന്നാറുണ്ടോ? എന്ന് വെച്ചാൽ ഗോസിപ്പുകൾ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ഒരു പടം വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതിപ്പോ എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി കേട്ടൊരു ഗോസിപ്പ് പറയാം. ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഈ കാര്യം കണ്ടിരുന്നു. ഇല്ല, എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം റീമയുടെ കൂടെയാണ്. കാരണം വി ബേസിക്കലി കേരള കഫേ തൊട്ട് വി ഹാവ് എ റാപ്പോ. ആൻഡ് വിത്ത് അമ്മു സംവൃത്ത ഒരു എക്സലന്റ്. പിന്നെ ഗൗതമി, ഞങ്ങളെല്ലാവരും അതെ, എല്ലാവരും ലേണിംഗ് ഫേസിലായിരുന്നു. അപ്പം ആ ലേണിംഗ് ഫേസിലായതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ശരി. അപ്പോൾ എങ്ങനെയാ ഇപ്പോൾ ആക്ടർ എന്ന നിലയിൽ ലുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നും ചെയ്യില്ല. അല്ല, ഐ മീൻ ഐ വർക്ക് ഔട്ട്. കാണാൻ പറ്റുമോ? ഫാമിലി പാക്കിൽ കാണാം. ഫാമിലി പാക്കിൽ കാണാം. സിക്സ് പാക്ക് സ്കൂൾ. അതെ. സി നോ, എനിക്ക് ഐ ഡോണ്ട് ഡു എനിത്തിങ് ഔട്ട് ഓഫ് മൈ വേ ഫോർ എനിത്തിങ്. കാണാൻ പ്രസന്റബിൾ ആയിരുന്നാൽ മതി. ഡ്രീം റോൾ ഉണ്ടോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രം? ഒന്നുമില്ല. ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യും. ഞാനിങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആരെങ്കിലും ഇപ്പം ആക്ടിങ്ങിന്റെ കാര്യം ചോദിച്ചാൽ ഡയറക്ടറിന്റെ നിലയിലോട്ട് വയ്ക്കുക, വേറെ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഫിലോസഫി പറയുക. ഇതാണ്, ഇത് ശരിയല്ല. എളുപ്പമായിട്ട്. സിനിമയിൽ അഭിനയിക്കാത്ത അല്ലാത്ത സമയങ്ങൾ ഫ്രീ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക? എങ്ങനെ ചെലവഴിക്കുക? ഞാൻ വർഷത്തിൽ 1-2 പടങ്ങളെ ചെയ്യാറുള്ളൂ. And I take time. ഒരു പ്രോജക്റ്റിന് 6 months-ഓളം ഞാൻ ഇരിക്കാറുണ്ട് അതിൻ്റെ കൂടെ. ക്യാരക്ടർ ആവാനുള്ള ധ്യാനമൊക്കെയാണോ? ഇല്ല, ഇത് നടക്കുമെന്നുള്ള പേടിയാണ്. അവസാനം എന്നെ പിടിച്ച് മാറ്റുമെന്നുള്ള പേടിയാണ്. അല്ലാതെ ഇല്ല, ഞാൻ ഇപ്പം ഞങ്ങളുടെ ഒരു ബെൽറ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരായിട്ട് ഹാങ് ഔട്ട്, വി ട്രാവൽ. ആരെങ്കിലും ഒരാളുടെ നല്ല സിനിമ കണ്ടാൽ അവരപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കമെൻഡ് ചെയ്യും. So there's work happening all the time.